യെശയ്യാവ് 41:15. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർപോലെ ആക്കുകയും ചെയ്യും. ഏത് കാലഘട്ടത്തിലുമുള്ള വിശ്വാസിയെയും സ്വാധീനിക്കുന്നതും അവരോട് വ്യക്തമായി വാഗ്ദത്തം ചെയ്യുന്നതുമായ ഒരു വാഗ്ദത്ത വചനമാണിത്. പുരാതന കാലത്ത് ധാന്യങ്ങൾ വേർതിരിച്ചെടുക്കുവാൻ കല്ലുകളോ ഇരുമ്പ് പല്ലുകളോ ഘടിപ്പിച്ച വലിയ പലകകൾ ഉപയോഗിച്ചിരുന്നു. കർഷകൻ ഈ വണ്ടിയെ മൃഗങ്ങളെ കൊണ്ട് പാടത്ത് വലിപ്പിക്കുമ്പോൾ അത് കഠിനമായവയെ പോലും പൊടിച്ചു കളയുമായിരുന്നു. ഇവിടെ സർവശക്തനായ ദൈവം നമ്മോട് ഓരോരുത്തരോടും വ്യക്തിപരമായി പറയുകയാണ്, നമ്മെ ഇപ്രകാരമുള്ള മെതിവണ്ടിയാക്കി ഈ നാളുകളിൽ തീർക്കുന്നു എന്ന്. സാധാരണ ഒരു മെതിവണ്ടിയല്ല, മൂർച്ചയുള്ളതും പല്ലേറിയതുമായത്. ജീവിത സാഹചര്യങ്ങൾ നമ്മിലെ ആത്മീയ മൂർച്ചയെ കെടുത്തിക്കാണാം. നിരാശ, ദാരിദ്ര്യം, രോഗം, പ്രതിസന്ധികൾ, ചുറ്റുമുള്ളവർ ഒക്കെ ഇരുട്ടിൻ്റെ അധികാരത്തോടു കൂടെ നിന്ന് നമ്മുടെ മൂർച്ചയെ കെടുത്തിക്കാണാം. മെതിവണ്ടിയുടെ പല്ലുകൾ ഇല്ലാതാകുന്നതനുസരിച്ച് അതിൻ്റെ പ്രവർത്തനക്ഷമതയും ഇല്ലാതെയാകും. ഇങ്ങനെ നമ്മെ ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് തള്ളിയിട്ടിട്ടുണ്ടാവാം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഇന്ന് ചിലതൊക്കെ ചെയ്യുകയാണ്. മൂർച്ച നഷ്ടപ്പെട്ട ഇടങ്ങളിൽ മൂർച്ച പകരുന്നു. കൃപകൾ നഷ്ടപ്പെട്ട ഇടങ്ങളിൽ ഏറിയ കൃപകളാൽ നിറയ്ക്കുന്നു. എന്തിനാണെന്നറിയണ്ടേ? നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പർവ്വത സമാനമായ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ മെതിക്കുവാൻ, പൊടിയാക്കുവാൻ, കുന്നുകളെ കാറ്റത്ത് പറക്കുന്ന പതിർ പോലെയാക്കുവാൻ, നമ്മുടെ ജീവിതത്തെ തകർക്കുവാൻ എത്ര വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ശത്രുവായാലും അതിനെ കാൽ കീഴിൽ മെതിക്കുവാൻ, പൊടിക്കുവാൻ, കാറ്റത്ത് പാറ്റിക്കളയുവാനുള്ള ആത്മബലം ദൈവം നമ്മുടെ മേൽ പകരും. യേശു കർത്താവ് ലൂക്കോസ് 10:19 പറഞ്ഞിരിക്കുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നുവെന്ന്. യിരെമ്യാവ് 51:20 നീ എൻ്റെ വെൺമഴുവും യുദ്ധത്തിനുള്ള ആയുധങ്ങളുമാകുന്നു. ഞാൻ നിന്നെക്കൊണ്ട് ജാതികളെ തകർക്കുകയും നിന്നെക്കൊണ്ട് രാജ്യങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും എന്ന് പ്രവാചകനിൽ കൂടി യഹോവയായ ദൈവം അരുളി ചെയ്തിരിക്കുന്നു. ദൈവം നമ്മെ ഈ നാളുകളിൽ ദൈവരാജ്യത്തിന് ഉപയോഗപ്രദമായ ശക്തമായ ഉപകരണങ്ങളാക്കി മാറ്റും. യേശു കർത്താവ് നമ്മെ ഉപയോഗിച്ച് വലിയ പ്രതിസന്ധികളെ തകർക്കുവാൻ ഇടയായിത്തീരും. കഠിനമായ ചിലതിനെ നാം കീഴടക്കുക തന്നെ ചെയ്യും. കർത്താവിൽ ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ കയ്യിലെ മൂർച്ചയേറിയതും പല്ലേറിയതുമായ ആയുധങ്ങളാക്കി ഞങ്ങളെ ഈ നാളുകളിൽ മാറ്റണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.